മൃഗങ്ങളുടെയൊക്കെ ശല്യം അവർ നേരിട്ട് അനുഭവിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കടവുകൂടി തങ്ങളുടെ ഗ്രാമീണ മേഖലയിലേക്ക് എത്തിയതെറിഞ്ഞ് അവർ ശരിക്കും ഭയന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ്. ഇപ്പോൾ ഏതായാലും കിണറ്റിൽ വീണ കടുവയെ വലയിലാക്കി മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു. വനം വകുപ്പിന്റെ പ്രത്യേക വാഹനത്തിലേക്ക് ഇവിടെ നിന്ന് വനപാലകർ ഈ വലയിലായ കടുവയും കൊണ്ട് അവർ താഴേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പ്രത്യേക വാഹനത്തിൽ കൂട്ടിലേക്ക് മാറ്റുകയാണ്. ഈ കടുവയെ, വലയിലായ കടുവയെ കൂട്ടിലേക്ക് മാറ്റുന്നു വനപാലകർ. ഇതിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് റോഡാണ്. നാം ഇപ്പോൾ സഞ്ചരിച്ച അത്രയും ദൂരം, ഒരു 150 മീറ്ററോളം ദൂരം അവർ ഈ വല ചുമന്നുകൊണ്ടാണ് ഈ പ്രത്യേക വാഹനത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ വനപാലകർ ഈ വാഹനത്തിലേക്ക് ഈ ഈ വലയിലായ കടുവയെ മാറ്റുകയാണ്. വലയിലായ കടുവയെ ഇപ്പോൾ കൂടിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കൂടിനകത്തേക്ക് ഒരു വനപാലകനും കയറിയിട്ടുണ്ട്. നേരത്തെ തന്നെ വനപാലകർ പറഞ്ഞു ഇത് പൂർണ്ണമായും മയങ്ങിയിട്ടില്ല, ഒരു പക്ഷേ അത് അക്രമാസക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഈ കൂടിനകത്തേക്ക് ഈ കടുവയെ കയറ്റി ആ കൂട് അടയ്ക്കുന്നത് വരെ വനപാലകർക്ക് ഒരുപക്ഷെ അവർക്ക് അപ്പോൾ മാത്രമായിരിക്കും ഒരു ആശ്വാസമാകുക. കാരണം അവരെ സംബന്ധിച്ച് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, കടുവയ്ക്ക് പരിക്കുകളൊന്നും പറ്റരുത്. 2, ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കും അപകടം ഉണ്ടാകരുത്. മറ്റൊന്ന്, സ്വയരക്ഷ. ഈ 3 കാര്യങ്ങളാണ് വനപാലകരെ സംബന്ധിച്ച് ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത്. അവർ ആദ്യഘട്ടം അത് വിജയകരമായി പൂർത്തീകരിച്ചു. കിണറ്റിൽ നിന്നും വലയിലാക്കിയ കടുവയെ പുറത്തേക്ക് എത്തിച്ചു. 2ാം ഘട്ടം വലയിലായ കടുവയെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ വീടിന്റെ സമീപത്തു നിന്നും 100-150 മീറ്റർ മാറിയാണ് പ്രത്യേക വാഹനം പ്രത്യേക കൂട് അവിടെ എത്തിച്ചിരുന്നത്. ആ കൂട്ടിലേക്ക് ഇപ്പോൾ ഏതായാലും മാറ്റി. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ കൂടിന്റെ ഷട്ടർ താഴേക്ക് മാറ്റും. അതോടുകൂടി വനപാലകർക്ക് ആശ്വാസമാകും. കാരണം ഇനിയിപ്പോൾ കൂട്ടിനകത്തേക്ക് അത് മാറ്റിയിരിക്കുന്നു. കടുവ മയങ്ങിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യ മണിക്കൂറുകളിൽ ഈ കിണറിനുള്ളിൽ വലിയ മുരൾച്ചയുടെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. കിണർ ഇടുങ്ങിയ കിണറാണ്. ഒരുപക്ഷെ അല്പം കൂടി വിസ്താരമുള്ള കിണറൊക്കെ ആണെങ്കിൽ വനപാലകർ പറയുന്നത് അത് ഉയർന്നു ചാടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് തീരെ ചെറിയ ഒരു കിണറായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവയ്ക്ക് സ്വയം അവിടെ നിന്ന് കിണറിന്റെ മുകൾ വശത്തേക്ക് രക്ഷപ്പെടുക സാധ്യമായിരുന്നു. അങ്ങനെ ഏതായാലും ഇപ്പോൾ ഈ കൂട്ടിലേക്ക് കടുവയെ മാറ്റിയിരിക്കുന്നു. വനപാലകർ അതിന്റെ പുറകിൽ തന്നെയുണ്ട്, കൂടിനോട് ചേർന്നുണ്ട്. ഇപ്പോൾ ഈ കടുവയും കൊണ്ട് ഇപ്പോൾ ഈ വനപാലകരുടെ ഈ പ്രത്യേക വാഹനം ഏതായാലും പോവുകയാണ്. ഇപ്പോഴാണ് ജനങ്ങൾക്ക് ഒരു ആശ്വാസമായത്, വനപാലകർക്കും ആശ്വാസമായത്. അങ്ങനെ 8 മണിക്കൂറിലധികം നീണ്ട ഒരു ശ്രമം ഇപ്പോൾ പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു. പത്തനംതിട്ട വില്ലൂന്നിപ്പാറയിൽ കിണറ്റിലകപ്പെട്ട കടുവയെ അത് വലയിലാക്കിയ ശേഷം ഉയർത്തി ഇപ്പോൾ വനപാലകർ ഇപ്പോൾ സുരക്ഷിതമായി കൊണ്ടുപോയിരിക്കുന്നു. ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.